Hello friends, welcome back to my YouTube channel. ഇന്ന് നമ്മൾ ഇവിടെ കുഞ്ഞമ്മത്തി വറ്റിക്കുന്നതാണ് കാണിക്കുന്നത് ട്ടോ. അതിനായിട്ട് പച്ച കുരുമുളക് കാന്താരി ഇട്ടിട്ടാണ് വറ്റിക്കുന്നത്. മുളക് പൊടി ചേർക്കണില്ല. ഇപ്പോൾ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വറ്റിക്കലാണ്. നമുക്ക് ഇതൊക്കെ ക്ലീൻ ചെയ്ത് കൊണ്ടുവരാം. അതിനായിട്ട് ആദ്യം കാന്താരി ഇതൊക്കെ ഒന്ന് അരക്കണം. അരക്കാൻ വേണ്ട സാധനം മല്ലിപ്പൊടി ഒരു 1.5 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, പിന്നെ കല്ലുപ്പാണ് കേട്ടോ ചേർക്കുന്നത്. കല്ലുപ്പ്, പിന്നെ വെള്ളുള്ളി, ഇഞ്ചി, ചെറിയ ഉള്ളി, ഈ കുരുമുളക് നമുക്ക് കതിർമെന്ന് എടുത്തിട്ട് അതും ഇടാം കേട്ടോ. ഫ്രഷ് കുരുമുളകാണ്, ക്ലീൻ ചെയ്ത് വെച്ചതാണ്, കഴുകി വെച്ചതാണ്. കാന്താരിയൊക്കെ ഞെട്ടി കളഞ്ഞിട്ട് അതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. മീനൊക്കെ ക്ലീൻ ആക്കിട്ടോ. അപ്പോൾ അതിലേക്കുള്ള വാളംപുളീൻ്റെ വെള്ളമാണിത്. വളരെ ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി. ഇനി നമ്മൾ അരച്ച പേസ്റ്റാണിത്. ഇതൊക്കെ അതിലേക്ക് ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിൽ പിന്നെ നമ്മൾ തക്കാളി അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഇടുന്നില്ല കേട്ടോ. വെറും കുരുമുളക്, ആ കാണിച്ച ഇൻഗ്രീഡിയൻസ് മാത്രം. കുരുമുളകും കാന്താരിയും ഒക്കെ വെച്ചിട്ടുള്ള ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് സ്റ്റൗമ്മ വയ്ക്കാം. നിങ്ങളൊക്കെ നാട്ടിലില്ലേ കുഞ്ഞമ്മത്തി ഇഷ്ടം പോലെ കിട്ടുന്നില്ല ഇപ്പോൾ. നമുക്ക് സ്റ്റൗ കത്തിക്കാം കേട്ടോ. ഈ തിളക്കട്ടെ കേട്ടോ. അപ്പം നമ്മളെ മീൻ ഏകദേശം വേവാറായിട്ടുണ്ട് കേട്ടോ. വെന്തിട്ടുണ്ട്. ചെറിയ മത്തിയാവുകൊണ്ട് കുറേ സമയത്ത് വേവില്ല. അപ്പം നമുക്ക് ഇതിൽ കറിവേപ്പില കൊടുക്കാം. കറിവേപ്പില വാടിയതാണ്, ഫ്രഷ് ഇല്ല, കഴിഞ്ഞുണ്ട്. നമുക്ക് ലേശം ഇറക്കി വെച്ചതിന് ശേഷം പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ. ഇനി 10 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ. കഴിഞ്ഞിട്ട് നോക്കാം. അപ്പം നമുക്ക് ചോറ് വിളമ്പാം. ചോറ് മാങ്ങച്ചാറ്, നമ്മൾ ലേശം ചിരങ്ങയും വൻപയറും കൂടെ ഓലൻ വെച്ചതാട്ടോ. പപ്പടം, നമ്മളെ മീൻകറി ഒഴിക്കാം. അപ്പം നമുക്ക് കഴിക്കില്ലേ, എല്ലാവരും വരി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്, സബ്സ്ക്രൈബ്. ഓക്കെ, ബൈ ഫ്രണ്ട്സ്.